ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ഒക്കെ നമ്മൾ കണ്ടില്ലേ? അതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മഴത്തോരു മുംബൈയുടെ നോവലിലും ഇങ്ങനെ ഒരു ഭാഗമുണ്ട് കേട്ടോ. രോഹിത്തിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അലീനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോവലിനെ പോലെയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അങ്ങനെ ഗോവർദ്ധൻ പോയതിന് പിന്നാലെ ഒരു പോലീസ് ജീപ്പ് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് കൃഷ്ണമോള് വല്ലാതെ പേടിച്ചു. എന്നിട്ട് അലീനയുടെ അടുത്ത് ഓടിച്ചെന്ന് പറയുന്നുണ്ട്, ചേച്ചി ദേ ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. അപ്പോഴേക്കും അലീന അവിടേക്ക് ഓടിയെത്തി. അലീനയാണ് കേട്ടോ ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുന്നത്. SI രമേശ് നമ്പ്യാരും കോൺസ്റ്റബിളും വനിതാ പോലീസും ഒക്കെ ഉണ്ട് കേട്ടോ ജീപ്പിൽ. അലീനയെ കണ്ടതും SI ചോദിക്കാൻ തുടങ്ങി, നീയാണോ അലീന? അതെ. നീ ഞങ്ങളുടെ കൂടെ സ്റ്റേഷൻ വരെ വരേണ്ടി വരും. ആ, എവിടെയാ രോഹിത്തിൻ്റെ റൂം? അങ്ങനെ അലീന രോഹിത്തിൻ്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പോലീസുകാരാണെങ്കിൽ റൂം അരിച്ചു പെറുക്കി നോക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പോകാൻ നേരം നമ്മുടെ വനിതാ പോലീസ് അലീനയോട് പറഞ്ഞു, നീ വന്ന് ജീപ്പിൽ കയറ്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാ മാഡം, ഞാൻ എന്താ ചെയ്തേ? അപ്പം വനിതാ പോലീസ് പറയുന്നുണ്ട്, നിന്നോട് ചില വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അതിനു വേണ്ടിയാ. ഇത് കേട്ടതും കൃഷ്ണമോള് കരയാൻ തുടങ്ങിയിട്ടോ. കൃഷ്ണമോളെ ആശ്വസിപ്പിക്കാനായി അലീന പറയുന്നുണ്ട്, മോൾ എന്തിനാ കരയുന്നേ? ചേച്ചി പോയിട്ട് വേഗം വരാം, ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് അലീന അവരോടൊപ്പം ജീപ്പിൽ കയറി പോകുന്നുണ്ട്. വഴിയിൽ വെച്ച് SI നമ്മുടെ അലീനോട് ചോദിക്കുന്നുണ്ട്, നീ ആ വീട്ടിലെ വേലക്കാരിയാണോ? പെട്ടെന്നൊരു മറുപടി പറയാൻ അലീനയ്ക്കും പറ്റിയില്ല. അങ്ങനെ 2 മിനിറ്റ് ആലോചിച്ച് അലീന പറയുന്നുണ്ട്, അതെ. അത് കേട്ടതും SI മറ്റൊരു ചോദ്യം കൂടി അലീനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടോ? അത് കേട്ടതും അലീന ആകെ വെറുങ്ങലിച്ച് പോകുന്നുണ്ട്. ഉത്തരം അർഹിക്കാത്ത ചോദ്യം ആയതുകൊണ്ട് തന്നെ അലീന അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോഴൊക്കെ അലീന ബ്രിജിത്താമ്മയെ ഓർക്കുന്നുണ്ട്. നീ ആർക്കു മുമ്പിലും പതറരുത് എന്ന് ബ്രിജിത്താമ്മ പറയുന്ന പോലെ അലീനയ്ക്ക് തോന്നി. ആ വാക്കുകൾ അവൾക്ക് ആത്മവിശ്വാസം നൽകി. അങ്ങനെ ജീപ്പ് നേരെ എത്തിയത് പോലീസ് ക്യാമ്പിലേക്കാണ് കേട്ടോ. അത് ഒരു 2 നില കെട്ടിടമാണ്. താഴെ SIയുടെ ഓഫീസും മേലെ CIയുടെ ഓഫീസും ആയിട്ടാണ്. പോലീസ് ക്യാമ്പിന് മുമ്പിലാണെങ്കിൽ നിറയെ പത്രക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ ജയിലിൽ കിടക്കുന്നവന്മാരുടെ ബന്ധുക്കളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അതിനിടയിലേക്കാണ് ഈ പോലീസ് ജീപ്പ് വരുന്നത്. പോലീസ് ജീപ്പിൽ നിന്ന് അലീന ഇറങ്ങുന്നത് കണ്ട് പത്രക്കാരൊക്കെ അലീനയ്ക്ക് നേരെ തിരിഞ്ഞു. ഇതാണോ സാർ ബലാത്കാരത്തിനിരയായ പെൺകുട്ടി? അതോ വല്ല ബലാത്സംഗ കേസിലെ പ്രതിയാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ പത്രക്കാരുന്നയിച്ചത്. അവരെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് SI അലീനയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിലെത്തിയതും SI വീണ്ടും ജീപ്പിൽ വെച്ച് ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ടോ, നീ ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല എന്നായിരുന്നു കേട്ടോ അലീനയുടെ മറുപടി. നിന്നെ ബ്ലൂ ഫിലിമിൽ അഭിനയിക്കാൻ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടോ? സ്വർണമോ പണമോ തന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി? അതിനും മറുപടിയായി ഇല്ല എന്നായിരുന്നു കേട്ടോ അലീന പറഞ്ഞത്. നീ ബാലചന്ദ്ര മേനോൻ്റെ വീട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി? കുറേ മാസങ്ങളായി എന്ന് അലീന മറുപടി പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും SIയുടെ അടുത്ത ചോദ്യം വന്നു, നിനക്ക് ബാലചന്ദ്ര മേനോനുമായിട്ട് എന്തെങ്കിലും രഹസ്യബന്ധമുണ്ടോ? അത് കേട്ടതും അലീനയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടോ. അവളില്ല എന്ന് ഉറച്ച സ്വരത്തോടുകൂടി തന്നെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിനക്ക് ബാലചന്ദ്ര മേനോൻ്റെ മകൻ രോഹിത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനും അലീന ഇല്ല എന്നായിരുന്നു കേട്ടോ മറുപടി കൊടുത്തത്. അടുത്തതായി SI ചോദിച്ചത്, ഈ രോഹിത്തും ഹരിശങ്കറും കൂടി നിന്നെ മോശമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് കേട്ടോ. അപ്പോഴും അലീന ഇല്ല എന്ന് തന്നെ പറയും. ഇത് കേട്ടതും SI വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ കള്ളം പറയാറുണ്ടോ? അതിന് മറുപടിയായി അലീന പറഞ്ഞത്, കള്ളം പറയുന്നതുകൊണ്ട് നന്മയാണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ കള്ളം പറയും സാർ. ഇത് കേട്ടതും SIക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടോ. ഒന്നുകിൽ ഇവളൊരു പഠിച്ച കള്ളിയാണ്, അല്ലെങ്കിൽ അവൾക്ക് അചഞ്ചലമായ ഒരു ആത്മവിശ്വാസമുണ്ട്. SI അലീനയും കൊണ്ട് നേരെ ലോക്കപ്പിൽ കിടക്കുന്ന ഹരിയുടെയും രോഹിത്തിൻ്റെയും മറ്റു 2 പേരുടെയും അടുത്തേക്ക് കൊണ്ടുപോയി. അവരാണെങ്കിൽ തീരെ അവശ്യ നിലയിലാണ് കേട്ടോ. പോലീസുകാർ 3-ാം മുറയും 4-ാം മുറയും ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. രോഹിത്തിനാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലുമുള്ള അവധില്ല. രോഹിത്തിൻ്റെ അവസ്ഥ കണ്ടതും അലീനയ്ക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തെറ്റ് ചെയ്താലും അവൻ തൻ്റെ കൂടെപ്പിറപ്പല്ലേ. അവനെ ഇങ്ങനൊരവസ്ഥയിൽ കാണേണ്ടി വന്നില്ലേ. അപ്പോഴേക്കും SI രോഹിത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഇതല്ലേടാ നിന്റെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരി? അതെ.
ഇവളെ നീയും ഇവനും ചേർന്ന് മുമ്പൊരിക്കൽ മയക്കുമരുന്ന് കലക്കി കൊടുത്ത് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? ഇത് കേട്ടതും ഹരിയും രോഹിത്തും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പറയടാ, നിങ്ങളിവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അതെ എന്ന് ഹരി മറുപടി പറയുന്നുണ്ട്. ഇത് കേട്ടതും എസ് ഐ നേരെ അലീനയുടെ നേർക്ക് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ എന്താടി പറഞ്ഞത്? ഇവർ നിന്നെ ഒന്നും ചെയ്യാൻ നോക്കിയിട്ടില്ലെന്നോ? എന്തിനാണ് നീ പോലീസിനോട് കള്ളം പറഞ്ഞത്? അതിന് മറുപടിയായി അലീന പറയുന്നുണ്ട്, ഇത് നടന്നത് കുറേ മാസങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നത് ഇവരുടെ ഭാവിയും ആ കുടുംബത്തിൻ്റെ സൽപ്പേരൊക്കെ നശിച്ചു പോയല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം എസ് ഐ ചോദിക്കുന്നുണ്ട്, എന്നിട്ടിപ്പോൾ ഇവരുടെ ഭാവി എന്തായി? നന്നായോ? ഇല്ലല്ലോ. അന്ന് നീ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇവരിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മുതിരായിരുന്നു. ആ പെൺകുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമായിരുന്നു. ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് അത് ഭാഗികമായി ശരിയാണെന്ന് തോന്നി. അന്ന് താൻ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരിങ്ങനെ ഒരു പ്രവൃത്തി പിന്നീട് ചെയ്യില്ലായിരുന്നു. പക്ഷേ അന്ന് സത്യം പറയാതിരിക്കാൻ അലീനയ്ക്ക് അലീനയുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. അതൊന്നും എസ് ഐക്ക് അറിയില്ലല്ലോ. അങ്ങനെ എസ് ഐ അലീനയും വിളിച്ചുകൊണ്ട് ഓഫീസിലേക്ക് പോയി. എന്നിട്ട് അലീനയോടായി പറഞ്ഞു, ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല, നിനക്കിപ്പോഴും കംപ്ലൈൻറ്റ് തരാവുന്നതാണ്. ഇന്ന ദിവസം ഇവർ രണ്ടുപേരും ചേർന്ന് മയക്കുമരുന്ന് കലക്കി തന്ന് തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് ഒരു പരാതി നീ എഴുതി തരണം. മാത്രമല്ല ഇത്ര നാളും ഇത് പുറത്ത് പറയാതിരുന്നത് ഇവർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണെന്നും കൂടി എഴുതണം. അപ്പം അലീന തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതെന്തിനാ സാർ? അതുകൊണ്ട് എനിക്കെന്താ മെച്ചം? ഇത് കേട്ടതും എസ് ഐ പറയുന്നുണ്ട്, നിനക്ക് മെച്ചമുണ്ടാകാൻ വേണ്ടിയല്ല, ഇവർക്ക് ഇതിനു മുമ്പ് ഇങ്ങനൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആവും. അപ്പം അലീന പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ സാർ? അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണോ? ഇത് കേട്ടതും എസ് ഐക്ക് ദേഷ്യം വരാൻ തുടങ്ങി. നീ എന്തിനാണ് അവന്മാരെ രക്ഷിക്കാൻ നോക്കുന്നത്? അവർ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരല്ലേ? അങ്ങനെയുള്ളവരോട് നിനക്ക് എന്തിനാ എത്രയും സ്നേഹം? നീ ഒരു ഓർഫനാണെന്നല്ലോ ഞാൻ കേട്ടത്. ഇതിന് മറുപടിയായി അലീന പറയുന്നുണ്ട്, അതെ സാർ, ഞാനൊരു ഓർഫനായിരുന്നു. ജനിച്ച അന്നു മുതൽ 23 വർഷം വരെ ഞാനൊരു അനാഥാലയത്തിലാണ് ജീവിച്ചത്. അതിനുശേഷം ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ വീട്ടിലേക്ക് വന്നത്. അവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരച്ഛനെയും ഒരമ്മയെയും കൂടപ്പിറപ്പുകളെയും കിട്ടിയത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവരുടെ കൂടെ നിൽക്കൂ സാർ. ഇത് കേട്ടതും എസ് ഐക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടോ. നിർത്തടി, നീ സന്ദർഭത്തിനനുസരിച്ച് കഥയുണ്ടാക്കൂല്ലേ? അച്ഛനെന്ന് കരുതുന്ന ആളായിട്ട് അവിഹിത ബന്ധം, ആങ്ങളെയാണെങ്കിലോ ബലാത്സംഗ വീരൻ. കൊള്ളാലോ നിന്റെ സാങ്കല്പിക കുടുംബം. നീ ആരോടെ ഈ കളിക്കുന്നേ? ഞാൻ വിചാരിച്ച നീ ഈ കേസിൽ 5ാം പ്രതിയാണ്. ഒരു വരി എഴുതി കൂട്ടിച്ചേർത്താൽ മതി. എന്താ നിനക്ക് കാണണോ? ഇതിന് മറുപടിയായി അലീന പറയുന്നുണ്ട്, സാറിൻ്റെ നീതിബോധം അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നടക്കട്ടെ. സാറിനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ നീതിബോധത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കൂ. അത് സാറിന് ഇതിനോടൊക്കെ മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇത്രയും നേരം ഞാൻ നിന്നോട് മര്യാദയ്ക്കാണ് സംസാരിച്ചത്. നീ ഒരു ഓർഫനാണല്ലോ എന്ന് കരുതിയേട്ടാ. ഇനി നീ എൻ്റെ തനി സ്വരൂപം കാണും. അപ്പം അലീന പറയുന്നുണ്ട്, ഇതിനോടകം തന്നെ സാർ എന്നെ ഒരുപാട് ചീത്ത വിളിച്ചു. അതിൽ നിന്ന് തന്നെ എനിക്ക് ഊഹിക്കാം സാർ ഏതറ്റം വരെ പോകുന്നു. നിർത്തടി നിന്റെ അധിക പ്രസംഗം. എസ് ഐ ഒരു വനിതാ കോൺസ്റ്റബിളിനെ വിളിച്ച് അലീനയെ സി ഐയുടെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചു. അപ്പോഴേക്കും സി ഐ ഗോപാലകൃഷ്ണ പണിക്കർ രമേശ് നമ്പ്യാരെ വിളിച്ചു. താനൊന്ന് മേലോട്ട് വരണം. അങ്ങനെ എസ് ഐ രമേശ് നമ്പ്യാർ സി ഐയുടെ ഓഫീസിലേക്ക് എത്തി. എന്നിട്ട് അലീനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, സർ, ഇവളുടെ പേരാണ് അലീന. ഇവളെയും അവന്മാർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കംപ്ലൈൻറ്റ് എഴുതി തരാൻ പറഞ്ഞപ്പോൾ ഇവൾക്ക് മനസ്സില്ലെന്ന്. ഇത് കേട്ടതും സി ഐ ഗോപാലകൃഷ്ണ പണിക്കർ അലീനയുടെ നേർക്ക് തിരിഞ്ഞു. അതെന്താ നീ കംപ്ലൈൻറ്റ് കൊടുക്കാത്തത്? അത് കേട്ടതും അലീന പറഞ്ഞു, അതൊക്കെ നടന്നിട്ട് മാസങ്ങളായി സർ. എത്ര മാസങ്ങളായാലും കൊലപാതകം, സ്ത്രീപീഡനം അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുത്തിപ്പോക്കാം. നീ ഇപ്പോൾ ഒരു പരാതി എഴുതി തന്നാലും അതിന് നിയമസാധ്യതയുണ്ട്. ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല സർ. അതെന്താ നിനക്ക് കംപ്ലൈൻ്റ് ഇല്ലാത്തത്? ഇനി നീയും അവരുടെ സംഘത്തിൽപ്പെട്ട ആളാണോ? ആണോ രമേശ്? അപ്പം എസ് ഐ പറയുന്നുണ്ട്, ആണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേട്ടതും സി ഐ പറയുന്നുണ്ട്, ഏതായാലും ഇവളെ താഴെ ഇരുത്ത്. പകല് പരാതിയില്ലാത്തവൾക്ക് ചിലപ്പോൾ രാത്രിയാൽ പരാതി തരാൻ തോന്നിയാലോ. അങ്ങനെ എസ് ഐയും വനിതാ കോൺസ്റ്റബിളും കൂടിയിട്ട് അലീനെ താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പോകുന്ന വഴി എസ് ഐ പറയുന്നുണ്ട്, ബന്ധുജനങ്ങളും പണസ്വാധീനമുള്ള സമ്പന്ന കുമാരന്മാരാ ഈ ജയിലിൽ കിടക്കുന്നവന്മാർ.
അവരെ പോലും ഞങ്ങൾ ഒരാളെയും കാണാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെയാണോ ആരോരും ഇല്ലാത്ത നിന്നെ തേടി ആരെങ്കിലും വരുന്നത്? തടി കേടാവണ്ടെങ്കിൽ വേഗം പരാതി തന്നിട്ട് പൊക്കോ. ഇതൊക്കെ കേട്ടിട്ടും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ അലീന. ഗോവർദ്ധൻ വന്നപ്പോൾ കൃഷ്ണച്ച കാര്യങ്ങളൊക്കെ ഗോവർദ്ധനെ അറിയിക്കുന്നുണ്ട്. പോലീസ് വന്നതും രോഹിത്തിൻ്റെ റൂം പരിശോധിച്ചതും അലീനയെ കൊണ്ടുപോയതൊക്കെ അതറിഞ്ഞതോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ ഗോവർദ്ധൻ. അങ്കിൾ, അച്ഛൻ അറിയിക്കണ്ടേ ഈ വിവരം? കൃഷ്ണമോള് ചോദിച്ചു. ഇപ്പം വേണ്ട. ബാലേട്ടൻ്റെ അവസ്ഥ മോൾക്കറിയാലോ. ഇത് കേട്ടാ ബാലേട്ട ഒരു നിമിഷം പോലും പിന്നെ ആശുപത്രിയിൽ ഇരിക്കില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതായിരിക്കും. അത് കഴിഞ്ഞ് അവളെ വിട്ടയക്കും. മോള് സമാധാനമായിട്ടിരിക്കും. ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കാം. അങ്ങനെ പറഞ്ഞ് ഗോവർദ്ധൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. കൃഷ്ണമോളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് കേട്ടോ. ബബിതയാണെങ്കിൽ അന്നേരം ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കൃഷ്ണമോൾ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് ബബിത ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം? ചേച്ചി, നമ്മളിനി എന്താ ചെയ്യുക? അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ, അലീന ചേച്ചിയും രോഹിത്തേട്ടനും പോലീസ് സ്റ്റേഷനിൽ. നമ്മളിനി എന്താ ചെയ്യണ്ടേ? അപ്പം ബബിത പറയുന്നുണ്ട്, നമ്മളെന്ത് ചെയ്യാനാ? നമുക്ക് ചെയ്യാനൊന്നുമില്ല. ഇനി വരുന്ന പോലെ വരട്ടെ. അപ്പോഴാണ് കേട്ടോ കൃഷ്ണമോൾക്ക് രേവതിക്കുട്ടിയുടെ ഓർമ്മ വന്നത്. അങ്ങനെ രേവതിക്കുട്ടിയുടെ നമ്പർ തപ്പിയെടുത്ത് കൃഷ്ണമോൾ വിളിക്കുന്നുണ്ട്. ആദ്യം ഫോൺ എടുക്കുന്നത് ഗ്രേസമ്മയാണ് കേട്ടോ. പിന്നെ രേവതിക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. കൃഷ്ണമോളാണെങ്കിൽ ആകെ സങ്കടത്തിലാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതിക്കുട്ടിക്ക്. അലീന പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞതും രേവതിക്കുട്ടിക്ക് ആകെ ടെൻഷനായി കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി കാര്യങ്ങളൊക്കെ ഗ്രേസമ്മോട് പറഞ്ഞു. അങ്ങനെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടിയിട്ട് മാമച്ചനോട് പറയാണ്, മാമച്ചായ, നിങ്ങളുടെ പരിചയത്തിൽ കുറേ പോലീസുകാരില്ലേ? ക്ലബിലൊക്കെ കാണാലോ തോളിലൊക്കെ കൈയിട്ടിട്ട്. ആരോടെങ്കിലും പറഞ്ഞ് അലീനയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. ഇത് കേട്ടതും മാമച്ചായൻ പറയുന്നുണ്ട്, എടി അവരൊക്കെ റിട്ടയർ ആയവരാ. മാത്രമല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ കൊച്ചിയിലുള്ളവരല്ലേ. പാലാരിവട്ടത്ത് നമ്മൾ എന്ത് ചെയ്യാനാ? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പം മാമച്ചൻ പറയുന്നുണ്ട്, ഏതായാലും നാളെ ആവട്ടെ, നമുക്ക് നോക്കാം. ഇത് കേട്ടതും രേവതിക്കുട്ടിക്ക് ആകെ സങ്കടമായിട്ടോ. നാളെയോ? രേവതിക്കുട്ടി ഒന്നും മിണ്ടാതെ വെറുങ്ങലിച്ച പോലെ പോകുന്നുണ്ട്. അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, മാമച്ചായ, നിങ്ങൾക്ക് എന്താ? അവൾക്ക് അലീന ചേച്ചി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരും. ആ പെങ്കൊച്ചാണെങ്കിൽ ഇപ്പം പോലീസ് സ്റ്റേഷനിലാണ്. ഇവൾക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇവളിങ്ങനെ ഇരുന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? എന്നതേലും ഒന്ന് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ മാമച്ചായനൊരു കാര്യം ഓർമ്മ വരുന്നത്. എടി ഗ്രേസമ്മേ, നിൻ്റെ ഒരു അമ്മാച്ചൻ്റെ മകൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പാലാരിവട്ടത്തുള്ള ഏതോ പോലീസുകാരൻ്റെ മോളെയല്ലേ? അവരെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അപ്പോഴാണ് കേട്ടോ ഗ്രേസമ്മ അവരെക്കുറിച്ച് ആലോചിക്കുന്നത്. ശരിയാണല്ലോ, ഞാൻ കുര്യച്ചായനെ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ ഗ്രേസമ്മ കുര്യച്ചായനെ വിളിക്കുന്നുണ്ട്. കുര്യച്ചായ, നമ്മുടെ ജോബിച്ചൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പാലാരിവട്ടത്തുള്ള ഏതോ പോലീസുകാരൻ്റെ മോളെയല്ലേ? അതെ. ഞങ്ങൾക്കൊരു സഹായം വേണമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട് പാലാരിവട്ടത്ത്. അവളെ ഒന്ന് ഇറക്കാൻ അങ്ങേരുടെ നമ്പർ ഒന്ന് തരാൻ പറ്റുമോ? അപ്പോൾ കുര്യച്ചായ പറയുന്നുണ്ട്, നമ്പറൊക്കെ തരാം, പക്ഷെ അയാൾ സഹായിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം അവരുടെ രജിസ്റ്റർ മാരേജ് ആയിരുന്നല്ലോ, ഒരു ഒളിച്ചോട്ട കല്യാണം. പോരാത്തതിന് അവർ ഹിന്ദുക്കളും നമ്മൾ ക്രിസ്ത്യാനികളാണ്. ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയൊരു മുറുമുറുപ്പില്ലേന്ന് ഒരു തോന്നൽ. എന്തായാലും നമ്പർ ഒന്ന് തായോ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ ഗ്രേസമ്മയ്ക്ക് കുര്യച്ചായ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗ്രേസമ്മ ആ നമ്പർ എടുത്ത് മാമച്ചൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാമച്ചനാണ് കേട്ടോ വിളിക്കുന്നത്. ജോബിച്ചനെ വിളിച്ചതും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാമച്ചൻ. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് ജോബിച്ചൻ സംസാരിച്ചത്. അത് മാമച്ചനോട്ട് ഇഷ്ടപ്പെട്ടുമില്ല. മാമച്ചനാണെങ്കിൽ ആകെ മസിൽ പിടിച്ച് നിൽക്കുക. അപ്പോഴേക്കും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും ഡ്രസ്സൊക്കെ മാറി വന്നു കേട്ടോ പോവാനായിട്ട്. അപ്പോഴാണ് മാമച്ചൻ പറയുന്നത് അവർക്ക് തീരെ താല്പര്യമില്ലാത്ത പോലെ സംസാരിച്ചതെന്ന്. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതൊന്നും സാരില്ലെങ്കിൽ ഞാനും ആദ്യം കാല് പിടിച്ചിട്ടാണെങ്കിലും അവരോട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാം. എങ്ങനെയെങ്കിലും അലീന ചേച്ചിയെ പോലീസ് സ്റ്റേഷനിൽ നിറക്കണം. അപ്പോഴും മാമച്ചൻ വരില്ല എന്നുള്ള മട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അത് കണ്ടതും രേവതിക്കുട്ടിയുടെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. അപ്പം തന്നെ മാമച്ചൻ്റെ മനസ്സലിഞ്ഞു. അങ്ങനെ മാമച്ചനും രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടിയിട്ട് ജോബിച്ചൻ്റെ വീട്ടിലേക്ക് പോയി. മാമച്ചൻ ഗേറ്റിന് പുറത്തേ നിന്നുള്ളൂ. ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടിയിട്ട് വീട്ടിലേക്ക് കയറി ചെന്നു. ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കണ്ടതും ജോബിച്ചന് സന്തോഷമായി. അവരെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തി. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വെറും ഒരു വേലക്കാരിക്ക് വേണ്ടി നമ്മൾ ഇത്രയും റിസ്ക് എടുക്കണമെന്ന രീതിയിലാണ് കേട്ടോ ജോബിച്ചൻ സംസാരിച്ചത്.
അലീനയെ വെറും ഒരു വേലക്കാരിയെന്ന് കാണരുതെന്നതും നമ്മുടെ ഗ്രേസമ്മ പറയുന്നുണ്ട്. അത്രയും നല്ലൊരു പെങ്കൊച്ച് വേറെ കാണാൻ കിട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ ഗ്രേസമ്മ പറയുന്നത്. അങ്ങനെ അവസാനം ജോബിച്ചൻ അമ്മായിച്ചനോട് സംസാരിക്കാൻ നേട്ടു. അതിനിടയിൽ മാമച്ചനെ പോയി കണ്ട് മാമച്ചൻ്റെ പിണക്കമൊക്കെ മാറ്റി മാമച്ചനും ജോബിച്ചനും രേവതിക്കുട്ടിയും കൂടിയിട്ടാണ് കേട്ടോ DYSPയുടെ അടുത്തേക്ക് പോകുന്നത്. അതിനു മുമ്പേ ജോബിച്ചൻ്റെ ഭാര്യ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ നേരെ ചെല്ലുന്നത് DYSPയുടെ ഓഫീസിലോട്ടാണ് കേട്ടോ. അങ്ങനെ DYSPയെ കണ്ടതും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാ. അതിനെ ഇതിനോടകം വിട്ടിട്ടുണ്ടാവണമല്ലോ. ഇതുവരെ വിട്ടിട്ടില്ല എന്ന് മാമച്ചനും പറയുന്നുണ്ട്. അത് കേട്ടതും DYSP ഇവരെല്ലാം കൂട്ടിയിട്ട് CAയുടെ ഓഫീസിലോട്ട് പോകുന്നുണ്ട്. അന്നേരം CA ആണെങ്കിൽ അലീനയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അലീനയെ ചുമരോട് ചേർത്ത് നിർത്തി തൻ്റെ ലാത്തി കൊണ്ട് മുഖത്തും കഴുത്തിലൊക്കെ ലാത്തി വെക്കുന്നുണ്ട്. CA, എന്താടി നിനക്ക് അവർക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യാൻ എത്ര മടി? നീയും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ CAയും അവളോട് ചോദിക്കുന്നത്. അപ്പോഴേക്കും DYSP അവിടെ എത്തി. DYSPയെ കണ്ടതും വനിതാ കോൺസ്റ്റബിൾ ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. എവിടെയാ പെൺകുട്ടി? CAയുടെ ഓഫീസിലുണ്ടെന്ന് മറുപടി പറയുന്നുണ്ട് വനിതാ കോൺസ്റ്റബിൾ. DYSPയെ കണ്ടതും CA ഗോപാലകൃഷ്ണ പണിക്കർ പെട്ടെന്നൊന്നും ഞെട്ടുന്നുണ്ട്. തീരെ പ്രതീക്ഷിക്കാതെയായിരുന്നു ആളുടെ വരവ്. അലീനയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. DYSP വന്നതും CAയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ തൻ്റെ ചോദ്യം ചോദിക്കൽ ഇതുവരെ കഴിഞ്ഞില്ലേ? അപ്പം CA പറയുന്നുണ്ട്, സാർ അവന്മാർ ഇവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് എഴുതി തരാൻ പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സില്ലെന്ന്. അപ്പം DYSP അലീനോടായി ചോദിക്കുന്നുണ്ട്, അതെന്താ നിനക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ മടി? അപ്പം അലീന പറയുന്നുണ്ട്, ഈ സംഭവമൊക്കെ നടന്നിട്ട് മാസങ്ങളായി സാർ. എന്നെ ഒരു കുടുംബാംഗത്തെ പോലെ കാണുന്ന ഒരു വീട്ടുകാരോട് ഞാൻ എങ്ങനെയാണ് ഇതിനെ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? പരാതിപ്പെടാതിരിക്കാനും എനിക്ക് അവകാശമില്ലേ? 8 മണിക്കൂറായി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരിറ്റ് വെള്ളമോ ഭക്ഷണമോ എനിക്ക് വാങ്ങി തന്നിട്ടില്ല. പോലീസുകാരുടെ ഡ്യൂട്ടി ഉള്ള പരാതി അന്വേഷിക്കലാണോ അതോ ഇല്ലാത്ത പരാതി ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിക്കലാണോ? ഇത് കേട്ടതും DYSP നമ്മുടെ CAയെ വളരെ രൂക്ഷമായി നോക്കുന്നുണ്ട്. CA ആണെങ്കിൽ തല കുടിച്ച് നിൽക്കായിരിക്കും. അപ്പം അലീന പറയുന്നുണ്ട്, സാറേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ലാത്തി എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ നെഞ്ചത്ത് കുത്തിക്കീറാനുള്ളതാണോ? ഇത് കേട്ടതും DYSPക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ അലീനയോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അലീന ചെന്ന് നോക്കുമ്പോൾ അവിടെ രേവതിക്കുട്ടിയും മാമച്ചനും നിൽക്കുന്നു. രേവതിക്കുട്ടിയെ കണ്ടതും അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ മോളെ? അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, കൃഷ്ണമോള എന്നെ വിളിച്ചറിയിച്ചത്. തൊട്ടടുത്ത് തന്നെ മാമച്ചൻ നിൽക്കുന്നുണ്ട്. മാമച്ചനെ കണ്ടതും അലീന പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ ഒരവസ്ഥയിൽ കാണേണ്ടി വന്നില്ലേ, സോറി അങ്കിൾ. അപ്പം മാമച്ചൻ അലീനയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, നീ എന്തിനാ സോറി പറയുന്നേ? അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴും DYSP അവിടെ നിന്ന് CAയെ ചീത്ത പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇത് നോവൽ ബേസ് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. സീരിയലാവുമ്പോൾ ചെറിയ ചെറിയ ചേഞ്ചൊക്കെ വരുത്തിയേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്